ഏട്ടാ ഗ്യാസ് തീർന്നു കേട്ടോ. അതിനിപ്പോ ഞാനെന്തോ ചെയ്യാനാ? അല്ല എവിടുന്നേലും ഒരെണ്ണം എടുത്തോണ്ട് വരാൻ. എന്നെ കൊണ്ടൊന്നും വയ്യ. നാളെ ഞങ്ങളെ ഗ്യാസ് തിരക്കാണ്. ഗ്യാസ് അല്ലെങ്കിൽ ഒന്നും വെക്കണ്ട. ആരോടെങ്കിലും ഒന്ന് ചോദിക്കാവോ? മഴയായോണ്ട് ഉണങ്ങിയ വിറകൊന്നും കിടപ്പില്ല. ജോലി ചെയ്ത് കൊണ്ട് കൊടുക്കുകയും വേണം, ഇനി ഗ്യാസും ഉണ്ടാക്കിക്കൊണ്ട് വരണം. ഏട്ടൻ എവിടെ പോവാ? ഞാൻ ആ ജംഗ്ഷൻ വരാം. എന്താ അറിഞ്ഞിട്ട് ഞാനങ്ങ് പോകരുതോ? എടുക്കണ്ടേ? ഇവിടെ ആരും ഇല്ലേ? കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലേ? ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കൈക്കെന്ത് പറ്റി? കൈക്കൊരു വേദന. അമ്മ എന്തി? ഗ്യാസ് എടുത്തോണ്ട് വന്നത് അമ്മയുടെ കൈ വെക്കാൻ വയ്യ. അമ്മയുടെ കൈക്ക് നല്ല വേദനയുണ്ട്. കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലേ? അപ്പൊ എങ്ങനെ ചെയ്യാൻ ഈ വേദനയും വെച്ചോണ്ട്? പിള്ളേര് കുറച്ച് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വരും. എന്തായാലും കഴിക്കാൻ കൊടുക്കണം. എന്താന്ന് വെച്ചാ ചെയ്യും. വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട കുറെ ജോലികളുണ്ട്. അത് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ വെള്ളവും കുടിച്ച് നടക്കേണ്ടി വരും. ഇനി പിള്ളേര് സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെടുത്ത് കൊടുക്കുമോ എന്തോ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി എന്തോ അവിടെ പരിപാടി. മുന്തിരി വള്ളി കൊറേ നേരം ആയല്ലോ തളിർത്ത് പൂവിടുകയും കൊറേ നേരമായി മാതള നാരകം പൂക്കുകയും ചെയ്തോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും. കൊടുക്കറേജ നട്ടപ്പുറം നോക്കി വരണം. കൊത്തി കൊത്തി പുറത്തി കയറി കൊത്തുന്നു. ആര് പുറത്തേക്ക് കയറി കൊത്തി? അതിനെന്തിനാ എന്റെ പുറം അടിച്ചു പൊട്ടിക്കുന്നത്? ആരോടായിരുന്നു ശൃംഗാരം? ശൃംഗാരോ? എടുക്കവിടെ. വായനാദിന മത്സരം നമ്പർ ഇറക്കുന്നു. സത്യം പറഞ്ഞാണോ? വായനാ ദിനം പ്രമാണിച്ചേ ക്ലബിൽ മത്സരത്തിന് അയച്ചു കൊടുത്തതാ. സേതു വിളിച്ചു പറഞ്ഞിട്ട്. അയ്യോ വേദനിച്ചോ? ഞാനേ അടിക്കാൻ വേണ്ടി വന്നതല്ലായിരുന്നു. അമ്മയാ മടലെടുത്ത് തന്നെ. ഇതിനറിയില്ല ഇങ്ങനെ കണ്ണുപൊട്ടുന്ന കള്ളം പറഞ്ഞത്. ഞാൻ അടുപ്പ് വെക്കാനല്ലേ മടന്റെ അടുത്ത് തന്നെ. എന്നെ എടുത്ത് അടുപ്പി വെക്കാൻ പറയാഞ്ഞത് ഭാഗ്യം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ പറഞ്ഞിട്ട് ചെയ്യണ്ടായോ? ഇനി അങ്ങനെ ചെയ്യും. അമ്മേ എന്താ മോനെ തൈലം വല്ലതും വേണം? കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുക്കാ. ആ അവിടെ വെള്ളം തിളപ്പിച്ചിട്ടേക്ക്. നിങ്ങൾ എടുത്തോണ്ട് പോവാ. എവിടാ? ആ മിറ്റത്തെ കലത്തിനകത്ത്. ആദ്യം ഇച്ചിരി എടുത്താൻ കുടിച്ചോ. A few moments later. മീൻകറി ആയിരുന്നോ? എന്തിനാ? വല്ലതും കഴിക്കാനായിരുന്നു. എന്താണ്ട ഈ ഉള്ളി ഇഞ്ചി കുഴിഞ്ഞ് പൊളിച്ചരിഞ്ഞോ. റെഡിയാകുമ്പോ പറഞ്ഞാ മതി. ആ എന്നാ പോയിട്ട് പോ. എന്തൊരു പരിപാടിയൊക്കെ കാണിക്കുന്നത്? എന്താ റീജ, എന്താ പറ്റി? അല്ല ആ ബോളിട്ട് തട്ടി കളിക്കുന്നത്. ഫുട്ബോൾ കളിയാണോ? ആ അത് തന്നെ. വളരെ മോശം പരിപാടിയാ കാണിക്കുന്നത്. അതെന്താ? വേൾഡ് കപ്പാ നടക്കുന്നത്. എന്ത് കപ്പാണേലും കൊള്ളാം. രണ്ട് ടീമായിട്ട് നിന്നാണേ കളിക്കുന്നത്. ആ ആന്ന്. പന്ത് തട്ടിയിടാനേ രണ്ടിടത്ത് കൂടുപോലെ വല കെട്ടിയിട്ടിട്ടുണ്ടേ. ആ ഗോൾ പോസ്റ്റ്. രണ്ട് ടീമാണെന്ന് മനസ്സിലാക്കാനേ രണ്ട് കളറിലുള്ള ടീഷർട്ടും നിക്കറും ഒക്കെയാണ് ഇട്ടേക്കുന്നത്. അത് പിന്നെ അങ്ങനൊക്കെ വേണ്ടേ? ആ എന്നിട്ട് അവർക്ക് കളിക്കാൻ ഒരു ബോളും. നമ്മുടെ പിള്ളേർക്ക് രണ്ടുപേർക്ക് കളിക്കാൻ രണ്ട് പന്ത് മിനിമം എങ്കിലും മേടിച്ചു കൊടുക്കും. ഒരു പന്താ മേടിക്കുന്നെങ്കിൽ എന്തോ സംഭവിക്കും? തമ്മി വഴക്കാവും, അടി നടക്കും ഇല്ലേ? നടക്കും. ആ അതാ അവിടെ നടന്നോണ്ടിരിക്കുന്നത്.
ഇത്രയും പൈസ ചെലവാക്കി ഇങ്ങനെ ഒരു കളി നടത്തിയിട്ട് അവർക്ക് ഒരു പന്ത് കൂടെ കളിക്കാൻ കൊടുത്താൽ അവർക്ക് എന്തോ സംഭവിക്കാൻ പോകും. ഇങ്ങനെ കിടന്ന് ഓടേണ്ട വല്ല കാര്യമുണ്ടോ? സമാധാനത്തെ 2 ടീമിൽ നിന്ന് കളിച്ചുകൂടായോ? ഇങ്ങനൊക്കെ ചിന്തിക്കണമെങ്കിലേ തലയ്ക്കകത്ത് ആൾതാമസം വേണം.